എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ അഷ്ടമോധ്യായ, 8ാം അധ്യായമാണ്. പരീക്ഷിത്തിൻ്റെ സംശയ നിവാരണമാണ്. പരീക്ഷിത്ത് ശ്രീശുക മഹർഷിയോട് സംശയങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ. പരീക്ഷിത്ത് ചോദിച്ചു: മഹാമുനെ, നിർഗുണമായ നാരായണൻ്റെ ഗുണഗണങ്ങൾ ദേവർഷിയായ നാരദൻ ആരോടൊക്കെയാണ് വർണ്ണിച്ചത്? ഈ സത്യം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ ചരിതം ശ്രവിക്കുന്നത് സർവമംഗളത്തെയും പ്രദാനം ചെയ്യുന്നതാണല്ലോ. ഏതു ശ്രവിച്ചാലാണോ സർവാസക്തികളും വെടിഞ്ഞ് ഭഗവാനിൽ ചിത്തമുറപ്പിച്ച് ദേഹം വെടിയുവാൻ കഴിയുക, അപ്രകാരമുള്ള കൃഷ്ണചരിതം പറഞ്ഞു തന്നാലും. ഭഗവത് ചരിതങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നവരുടെയും കീർത്തിക്കുന്നവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ കാലതാമസം കൂടാതെ പ്രവേശിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ഭക്തന്മാരുടെ കർണരന്ധ്രത്തിലൂടെ ഭാവാത്മകമായ ഹൃദയകമലത്തിൽ പ്രവേശിച്ച് ശരത്കാലം ജലത്തിലെ മാലിന്യത്തെ എന്ന പോലെ മനോമാലിന്യത്തെ ഇല്ലാതാക്കുന്നു. ദേശാടനം കഴിഞ്ഞ് വന്നവൻ സ്വഗൃഹത്തെ എന്ന പോലെ പരിശുദ്ധ ചിത്തത്തോടും ക്ലേശമുക്തിയോടും കൂടിയവൻ കൃഷ്ണപാദകമലങ്ങളെ വിട്ടുപിരിയുകയില്ല. പഞ്ചഭൂതങ്ങളുമായി സ്വാഭാവിക ബന്ധമില്ലാത്ത ജീവാത്മാവ് പഞ്ചഭൂതാത്മകമായ ദേഹം സ്വീകരിക്കുന്നത് യാദൃശ്ചികമാണോ അതോ കർമ്മഫലമായാണോ എന്നവിടുന്ന് പറഞ്ഞു തന്നാൽ. ത്രിലോക കാരണമായ പത്മം യാതൊരാളുടെ നാഭിയിൽ നിന്നാണോ ഉത്ഭവിച്ചത്, ആ ഭഗവാനും ജീവനും തമ്മിൽ ഭിന്നതയുണ്ടോ? ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നുണ്ടായവനും സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നവനുമായ ബ്രഹ്മാവ് എങ്ങനെയാണ് ഭഗവത് രൂപത്തെ ദർശിച്ചത്? വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതിലയ ഹേതുവായിരിക്കുന്നവനും സർവജീവികളുടെയും ഹൃദയഗുഹയിൽ അധിവസിക്കുന്നവനും മായേശനുമായ ഭഗവാൻ മായ വെടിഞ്ഞാൽ എവിടെ വസിക്കുന്നു? ലോകപാലകന്മാരോടുകൂടിയ ലോകങ്ങൾ വിരാട് പുരുഷൻ്റെ അവയവങ്ങളാണെന്നും ലോകപാലകന്മാരോടുകൂടിയ ലോകങ്ങളാൽ വിരാട് പുരുഷൻ്റെ അവയവങ്ങൾ കൽപ്പിച്ചതായും ഇതിനു മുൻപ് പറയുകയുണ്ടായി. ഇതിൽ ഏതാണ് ശരി എന്നതാണ് എൻ്റെ സംശയം. കൽപ്പം, വികൽപ്പം, ഭൂതഭവ്യ വർത്തമാനങ്ങൾ, ആയുഷ്കാലം മുതലായവയെല്ലാം എങ്ങനെയാണ് കണക്കാക്കുന്നത്? കാലത്തിൻ്റെ ഗതി ലഘുവായും ബൃഹത്തായും അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ കർമ്മഗതിയും എപ്രകാരമുള്ളതാണ്? സത്വാദി ഗുണങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ കർമ്മഗതിയെ സ്വാധീനിക്കുന്നത്? ഭൂമി, പാതാളം, ആകാശം, ദിക്കുകൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, ദ്വീപുകൾ, അവയിലെ ജീവജാലങ്ങൾ മുതലായവയുടെ ഉൽപ്പത്തി എപ്രകാരമാണ്? ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്തും പുറത്തും എന്തെല്ലാം സ്ഥിതി ചെയ്യുന്നുവെന്നും വർണ്ണാശ്രമവിധികളും പുണ്യാത്മാക്കളുടെ ചരിതവും അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. ആശ്ചര്യം നിറഞ്ഞ ശ്രീഹരിയുടെ അവതാര ചരിതങ്ങളും യുഗങ്ങളുടെ സംഖ്യയും യുഗധർമ്മങ്ങളും മനുഷ്യരുടെ സാമാന്യ വിശേഷ ധർമ്മങ്ങളും വ്യാപാരികൾ, രാജർഷികൾ, കഷ്ടത അനുഭവിക്കുന്നവർ മുതലായവരുടെ ധർമ്മങ്ങളും അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. തത്വസംഖ്യ, തത്വലക്ഷണം, ഈശ പൂജാവിധി,
യോഗവിധി, യോഗേശ്വരന്മാർക്ക് ഉണ്ടാകുന്ന അഷ്ടൈശ്വര്യ സിദ്ധി, അവരുടെ ലിംഗ ശരീര ഭംഗം, വേദാംഗ ഇതിഹാസ പുരാണ ധർമ്മശാസ്ത്രങ്ങൾ മുതലായവയുടെ സ്വഭാവം, സർവചരാചരങ്ങളുടെയും സൃഷ്ടി സ്ഥിതി ലയം, സ്മാർത്ത വൈദിക കർമ്മങ്ങൾ, ധർമ്മ അർത്ഥ കാമങ്ങളുടെ വിധി, വേദനിഷേധികളുടെ ഉൽപ്പത്തി, പ്രാരബ്ധ സ്വഭാവം, ജീവിയുടെ ബന്ധമോക്ഷങ്ങൾ, സ്വസ്വരൂപ വ്യവസ്ഥ, ഭഗവാന്റെ മായാലീലകളുടെ സ്വഭാവം, മായയെ വെടിഞ്ഞ് അദ്ദേഹം കേവലം സാക്ഷിയായി വർത്തിക്കുന്നത് മുതലായവയെല്ലാം അവിടുത്തെ ശരണം പ്രാപിച്ചിരിക്കുന്ന എനിക്ക് ഉപദേശിച്ചു തന്നാലും, സകല ചരാചര സൃഷ്ടാവും സ്വയം ജാതനുമായ ബ്രഹ്മാവിനെ പോലെ അവിടുന്നും സർവജ്ഞനാണല്ലോ. മറ്റുള്ളവരെല്ലാം പൂർവജരായവരെ അനുകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഭഗവാന്റെ പുണ്യം നിറഞ്ഞ കഥാമൃതം പാനം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ദ്വിജശാപം കൊണ്ടോ നിരാഹാരവ്രതം കൊണ്ടോ യാതൊരാപത്തും വരികയില്ല. സൂതൻ പറഞ്ഞു. പരീക്ഷിത്ത് ഇപ്രകാരം ഭഗവാന്റെ ചരിതം പറയുവാൻ അപേക്ഷിച്ചപ്പോൾ ബ്രഹ്മർഷിയായ ശ്രീശുകൻ അത്യധികം സന്തുഷ്ടനായി. കൽപ്പത്തിൻ്റെ ആരംഭ സമയത്ത് വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചതും വേദസംഹിതവുമായ ഭാഗവതം ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തു. പാണ്ഡവ വംശജാതശ്രേഷ്ഠനായ പരീക്ഷിത്ത് ചോദിച്ചതിനെല്ലാം അദ്ദേഹം ക്രമമായി മറുപടി പറയുവാൻ തുടങ്ങി. ഈ മറുപടികളെല്ലാം ഇനി വരുന്ന അധ്യായത്തിലാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ പ്രശ്നവിധിർ നാമ അഷ്ടമോധ്യായ. അങ്ങനെ 8ാമത്തെ അധ്യായം സമാപിച്ചു. ഇനി 9ാമത്തെ അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.